ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ SSC CGL 2025 എക്സാമിനേഷൻ്റെ ഡേറ്റ് അടുക്കാറായാലും ഒരു 50-60 ദിവസങ്ങൾക്കുള്ളിൽ നമുക്കൊരു എക്സാമിനേഷൻ എഴുതേണ്ട ആൾക്കാരാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയായിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. അതിപ്പോൾ GK ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും റീസണിങ് ആയാലും 25 ക്വസ്റ്റ്യൻസിന് 50 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയും നമ്മൾ കൃത്യമായിട്ട് തന്നെ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഉള്ള ഒരു കുറച്ച് ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് GK കവർ ചെയ്യുന്നത്? കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് GK ആണ്. ആ GK നിങ്ങൾ എത്രത്തോളം പഠിക്കണം, ഏത് ഏരിയാസ് ആണ് ഇനി കവർ ചെയ്യേണ്ടത്? കാരണം ഇനി വലിയ സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. എല്ലാം കൂടെ പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് സമയം ഇല്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഉള്ള സമയത്ത് ഏറ്റവും നന്നായിട്ട് ഏകദേശം ഒരു 70-80% സിലബസ് എങ്ങനെ കവർ ചെയ്യണം, GKയിൽ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ SSC CGL 2025 GKയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. കാരണം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നാണ് പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2024 ആ ഒരു വന്ന ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്തിനെ തന്നെയാണ്? കറണ്ട് അഫേഴ്സ് ആണ്. ഈ കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. കാരണം കറണ്ട് അഫേഴ്സ് എങ്ങനെ വേണോ അവർക്ക് ചോദിക്കാം. ഇന്റർനാഷണൽ ന്യൂസ് എടുത്ത് ചോദിക്കാം, ഈവൻ നാഷണൽ ന്യൂസ് എടുത്ത് ചോദിക്കാം, ഈവൻ സ്റ്റേറ്റ് ന്യൂസ് എടുത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുമെന്ന് പറയുന്ന ഒരു മാർക്കല്ല. പക്ഷെ അതിൽ നിന്ന് ഏകദേശം ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് അതേ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ സ്റ്റാറ്റിക് GK മിക്സഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഒരുപാടാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പഠിച്ചിരിക്കാൻ പറ്റുന്ന കുറേ സബ്ജക്ട്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്. കാരണം നമ്മുടെ 10+2 ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ ഈ പഠിച്ചു വന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ നാഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചോദിക്കുന്നത്. അതിൽ ഹിസ്റ്ററിയുടെ വെയിറ്റേജ് അത്യാവശ്യം കൂടുതലാണ്. എല്ലാത്തിനും 2 to 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും ഹിസ്റ്ററി അത്യാവശ്യം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഏകദേശം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ നന്നായിട്ട് തന്നെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, അതുപോലെ എക്കണോമിക്സിൽ നിന്ന് ഏകദേശം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. 1 to 2 ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ആ എക്കണോമിക്സ് നമുക്ക് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അതൊരു കറണ്ട് അഫേഴ്സ് രീതിക്കായിരിക്കും ചോദിക്കുന്നത്. അതായത് ഒരു GDP റേറ്റോ ഏതെങ്കിലും പെർസെൻറ്റേജ് കണക്കോ അതൊക്കെ വെച്ചിട്ടായിരിക്കും എക്കണോമിക്സ് ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നതൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ബേസിക് ഔട്ട്ലൈൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു പോർഷനിൽ നിന്നായിരിക്കും ചോദിക്കുന്നതെന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ജനറൽ സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ജനറൽ സയൻസിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൊത്തത്തിൽ ഒരു 4 to 6 എന്ന് നമുക്ക് എന്തായാലും മിനിമം ആയിട്ട് പറയാം. ഒരു 4 ക്വസ്റ്റ്യൻസ് എങ്കിലും എല്ലാം കൂടെ കവർ ചെയ്ത് വരും. പക്ഷെ അത്രയൊന്നും വരുന്നില്ല. ഇപ്പം പ്രീവിയസ് ഇയർ പാറ്റേൺസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ എന്തിൽ നിന്ന് വരുന്നത്, ഈ പറയുന്ന ജനറൽ സയൻസിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GK ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ മിഷലേനിയസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തെന്ന് ചോദിക്കും, അബ്രിവിയേഷൻസ് ഒക്കെ എടുത്ത് ചോദിക്കാനുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ബേസിക് ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കാം. കാരണം ഒരു GK എന്ന് പറയുമ്പോൾ നമ്മൾ കവർ ചെയ്യേണ്ടത് ഇത്രയും ഏരിയാസ് ആണ്, ഇത്രയും സബ്ജക്റ്റുകളാണെന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു മാർക്കിന്റെ ഒരു സ്കീമിംഗ് നോക്കണ്ട. ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിൽ നിന്ന് തന്നെയായിരിക്കും? കറണ്ട് അഫേഴ്സ് പ്ലസ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഒരു പോർഷൻ ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹിസ്റ്ററിയിൽ നിന്നും അതുപോലെ ജനറൽ സയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫിസിക്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന, ചിലപ്പോൾ ബയോളജിയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നായിരിക്കും. അത് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, ജനറൽ സയൻസ് എന്ന്. അപ്പോൾ ആ ജനറൽ സയൻസിൽ നിന്നുള്ളൊരു കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എക്കണോമിക്സും മിഷലേനിയസും ഒക്കെ നമ്മൾ വിട്ടാൽ പോലും ബാക്കിയെങ്കിലും നമ്മൾ മിനിമം കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു 80-90% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം, GKയിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോ ടോപ്പിക്സും വെച്ച് നോക്കാം. ഇപ്പോൾ കറണ്ട് അഫേഴ്സും സ്റ്റാറ്റിക് GKയും എടുക്കുമ്പോൾ എന്തൊക്കെയാണ്? കാരണം കറണ്ട് അഫേഴ്സിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പം നമ്മുടെ ഏതൊരു പാറ്റേൺ എടുത്ത് നോക്കിയാലും കറണ്ട് അഫേഴ്സിന് വലിയ വാല്യൂ ആണുള്ളത്. അതിപ്പോൾ SSCയുടെ ആണെങ്കിൽ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏകദേശം ഒരു ഈ പറയുന്ന 2 വർഷത്തിൻ്റെ ഗ്യാപ്പാണ്. അതായത് ഇപ്പോൾ 2025 എക്സാം നടക്കാൻ പോകുന്നതെങ്കിൽ 24-25 എന്നുള്ളൊരു കണക്കിലായിരിക്കും ചോദിക്കുന്നത്. 23 വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ 24-25 എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക്
ടോപ്പിക്ക് പഠിക്കുക. പിന്നെ സ്റ്റാറ്റിക് ജി കെ കറണ്ട് അഫേഴ്സിൽ എന്താണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഇനിയുള്ള സമയം നിങ്ങൾ ജി കെക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചുവപ്പ് കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റിക് ജി കെ റീജിയൻ ആണ്. സ്റ്റാറ്റിക് ജി കെ ഈ സ്റ്റാറ്റിക് ജി കെ ആണെന്ന് പറയുമ്പോൾ പോലും എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ ആയിരിക്കും അവർ കൂടുതലും എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ജി കെ പോർഷൻ ആണെങ്കിൽ പോലും ആ ഇടയ്ക്ക് അതായത് 2024-25 സമയത്ത് ആർക്കൊക്കെ അവാർഡ്സ് കിട്ടി, ആർക്കൊക്കെയാണ് ഓണറിങ് കൊടുത്തത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അവാർഡ്സിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഓഫ് അവാർഡ്സ് ഉണ്ട്. ഫിലിം അവാർഡ്സുകളുണ്ട്, എന്റർടൈൻമെന്റ് അവാർഡ്സുകളുണ്ട്, ലിറ്റററി അവാർഡ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം. അതും എന്തിനെ റെപ്രസെന്റ് ചെയ്ത് കറണ്ട് അഫേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ സ്റ്റാറ്റിക് ജി കെയിൽ വരുന്ന പോർഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്താണ് പഠിക്കേണ്ടത് ഇതൊക്കെ കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാനായിട്ടും കൂടെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മസ്റ്റ് അടി ചുവന്ന കളർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ നോക്കിയില്ലെങ്കിലും അതെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് പോകണം എന്നുള്ളൊരു കാര്യത്തിനാണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ എന്ത് നോക്കിയില്ലെങ്കിലും അത്രയും കാര്യങ്ങളെങ്കിലും മാക്സിമം നിങ്ങൾ ഈ ഒരു എക്സാമിന് പോകുമ്പോൾ നോക്കിയിട്ട് പോകണം. കാരണം അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, മ്യൂസീഷ്യൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒബിച്വറീസ് ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ അവരെ കുറിച്ച് പഠിക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഇടക്കാലത്ത് അവാർഡ്സ് കിട്ടിയെങ്കിൽ അവരുടെ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക. ആ കാര്യമാണ്. പിന്നെ ഘരാനാസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും ഓരോ ഘരാനാസ് ഉണ്ട്. ആ ഘരാനാസിൽ വരുന്ന ആൾക്കാരെ നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഡാൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡാൻസിൽ തന്നെ എന്ത് ചോദിക്കാറുണ്ട് ഈ പറയുന്ന ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസിന്റെ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മസ്റ്റ് ആണ് കേട്ടോ. മ്യൂസീഷ്യൻസിനെക്കാളും ഏറ്റവും കൂടുതൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് റിലേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. വളരെ ചെറിയ ടോപ്പിക്കാണ്. നിങ്ങൾ PYQs മാത്രം അറ്റൻഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അതിന്റെ തന്നെ ടോപ്പിക്സുകൾ മാത്രം എന്ത് ചെയ്യുക സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആ വർഷത്തെ ഹോസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ഇനി ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന കൺട്രി ഏതാണ്, ഏതെങ്കിലും ഒരു ഗെയിം ക്രിക്കറ്റിന്റെ മാച്ച് ആണെങ്കിലും ഫുട്ബോളിന്റെ ആയാലും ഏത് ടൂർണമെന്റ് ആയാലും അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന കൺട്രീസ് ചോദിക്കാറുണ്ട്. ഒളിമ്പിക്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ചോദിക്കാറുണ്ട്. വിന്നേഴ്സ് ഈ ഒരു ഗെയിം വിൻ ചെയ്തത് ആരാണ്, ഈവൻ നാഷണൽ ഗെയിം ആയിക്കോട്ടെ രഞ്ജി ട്രോഫി പോലെയുള്ള നാഷണൽ ഗെയിംസ് ഡൊമസ്റ്റിക് ഗെയിംസ് ആയാൽ പോലും അതൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. വിന്നേഴ്സിനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിന്നേഴ്സ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഡിഫീറ്റ് ചെയ്തത് ആരെയെന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത് വരുന്നത് ആ സ്പോർട്സ് പീപ്പിൾസിന് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ എന്തെങ്കിലും മത്സരത്തിന് ജയിച്ചത് കൊണ്ടായിരിക്കും ആ വർഷം ആ ആൾക്ക് എന്ത് കിട്ടുന്നത് ഈ പറയുന്ന അവാർഡ് കാറ്റഗറിയിൽ അയാളുടെ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അയാൾ എന്തെങ്കിലും ഒരു കാറ്റഗറിയിൽ അയാൾക്ക് എന്തെങ്കിലും അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾ ആ ഒരു വർഷം എന്തോ അച്ചീവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയണം. പിന്നെ കപ്പുകൾ ഈ പറയുന്ന സ്പോർട്സിന്റെ കപ്പുകൾ കൃത്യമായിട്ട് ടൂർണമെന്റ്സുകൾ ഏതാണ് കപ്പുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പേഴ്സൺസ്, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേഴ്സൺസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടത്. അതായത് ഓരോ പേഴ്സൺസിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ വിരാട് കോഹ്ലിയുടെ കാര്യമായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഓണേഴ്സോ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഫസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക മിനിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ എടുത്തു പറയാണ് ഇത്രയും ടോപ്പിക്സ് എങ്കിലും മിനിമം നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കണം ഈ പറയുന്ന പോലത്തെ എക്സാംസുകൾക്ക് വേണ്ടി പഠിച്ചു വെക്കണം. പിന്നെ എന്താണ് ഈ അപ്പോയിൻമെന്റ്സ് ഒരു മസ്റ്റ് ടോപ്പിക്കാണ്. ഏതിൽ വരുന്നതാണ് നമ്മുടെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. കറണ്ട് അഫേഴ്സ് CA യിൽ നിന്ന് വരുന്നതാണ് അപ്പോയിൻമെന്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഇല്ലാണ്ടിരിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം അപ്പോയിൻമെന്റ്സിൽ നിന്ന് ചോദിക്കുക. അത് ചിലപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗവർണേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈവൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. നോർമൽ ഡിപ്പാർട്ട്മെന്റ്സുകളിൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള മിനിസ്റ്റേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അത് സ്റ്റേറ്റ് ലെവൽ മിനിസ്റ്റേഴ്സിനെയും ചോദിക്കാം, സെൻട്രൽ ലെവൽ മിനിസ്റ്റേഴ്സിനെയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷൻസ് ഉണ്ട്, അവരെയൊക്കെ വർക്ക് ചെയ്യാൻ കയറിയ CEOയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെയർമാൻസോ പ്രസിഡന്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാം. ഈവൻ ഇപ്പോൾ NDPC കഴിഞ്ഞപ്പോൾ പോലും എല്ലാ ഷിഫ്റ്റിലും ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൂടുക. അപ്പോൾ അപ്പോയിൻമെന്റ്സ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കരുതി പഠിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്താണ് ഫെസ്റ്റിവൽസ് ആൻഡ് ഫെയേഴ്സ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അത്യാവശ്യം സമയമുണ്ട്. നിങ്ങൾ ഇതും പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്നും പഠിക്കണം. ഫെസ്റ്റിവൽസ് ആൻഡ് ഫെയേഴ്സ് പഠിക്കണം. പിന്നെ ഈ സ്റ്റേറ്റ് സിറ്റിയുടെയൊക്കെ സ്പെഷ്യാലിറ്റീസ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ചില സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൾസസ്, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കാണാം. അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഒരു ഹൈപ്പർ ലൂപ്പ് മെഷീൻ വരെയാണ്,
അത് എവിടെയാണ് വരുന്നത്, അങ്ങനത്തെ സിറ്റി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യാലിറ്റി, ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഇപ്പോൾ ആരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്റ്റഡ് ആക്കിയിട്ടുള്ള അങ്ങനത്തെ ഓരോ സിറ്റിക്കും ആ വർഷം അല്ലെങ്കിൽ ആ വർഷത്തിന് അടുത്തുള്ള വർഷം, അതായത് 2024, 25, 23 സമയങ്ങളിൽ ഏതെങ്കിലും സ്റ്റേറ്റിന് അങ്ങനെ ഒരു പദവിയോ അല്ലെങ്കിൽ ഒരു സിറ്റിക്ക് അങ്ങനെ ഒരു പുതിയ ഇൻട്രൊഡക്ഷനോ എന്തെങ്കിലും ഫീച്ചേഴ്സോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരണം. അത് കഴിഞ്ഞ് ഫെസ്റ്റിവൽസ് ആൻഡ് ഫെയേഴ്സ്, സ്കീമുകൾ ചോദിക്കാതിരിക്കില്ല. എല്ലാ എക്സാമിനും സ്കീം ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. എല്ലാ എക്സാമിനും എന്തുണ്ട്, സ്കീംസ് ഉണ്ട്. സ്കീംസുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 2009 തൊട്ടുള്ള സ്കീമുകൾ. അതാണ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കേണ്ട മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ 2010ലെയും 2012ലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ചോദിക്കുന്നത്, സ്കീമുകളിൽ നിന്നാണ് ചോദിക്കുന്നത്. കാരണം 2009 തൊട്ടുള്ള സ്കീമുകൾ അവരെന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സ്കീമുകൾ എന്ന് പറയുന്നത് പലതും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം ചോദിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10ാം വാർഷികമോ അല്ലെങ്കിൽ 12ാം വാർഷികമോ 15ാം വാർഷികമോ അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ എന്തായാലും നമ്മുടെ ഈ ഒരു ടൈമിൽ അവർ പബ്ലിഷ് ചെയ്തത് കൊണ്ടായിരിക്കും ആ ഒരു റിലേറ്റഡ് സ്കീം ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ എന്നും പത്രം വായിക്കുന്നവരല്ല, അല്ലെങ്കിൽ എന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നവരല്ല. അതുകൊണ്ടാണ് നമുക്ക് ആ കാര്യം അറിയാത്തത്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, സ്കീമുകൾ പഠിക്കുമ്പോൾ 2009 തൊട്ട് 2025 ഈ പ്രസന്റ് വരെ ഉള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സ്കീമുകൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. അത് ഏത് സ്കീം, ഏത് സ്റ്റേറ്റിലെ സ്കീമുകളാണോ അല്ലെങ്കിൽ സെൻട്രലിൻ്റെ സ്കീമുകളാണോ, അത് എന്തിനു വേണ്ടിയാണ്, റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണോ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, ചൈൽഡിൻ്റെ കാര്യത്തിന് വേണ്ടിയാണോ, എന്തിനാണെന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയുക. പിന്നെ എന്തെങ്കിലും പെർസെൻറ്റേജ് കണക്ക് ഏതിനെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. കാരണം ഈ നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ റേറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ആകെ അങ്ങ് പെട്ടുപോകുന്നത്. അതുകൊണ്ട് അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്റ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഒപ്പം സ്കീമിൻ്റെ ഒപ്പം തന്നെ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് മിലിറ്ററി എക്സസൈസുകളാണ്. മിലിറ്ററി എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നടക്കുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാഷണാലിറ്റിയിൽ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് മിലിറ്ററി എക്സസൈസുകൾ അറിയണം. മിലിറ്ററി എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യക്ക് ആരുമായിട്ടൊക്കെ കൊളാബറേഷൻസ് ഉണ്ടോ, അതായത് ശ്രീലങ്ക ആയിക്കോട്ടെ, മ്യാൻമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന പോലെ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ, ആരൊക്കെ കൂടെ ആയിട്ടാണോ നമ്മുടെ ഒരു കണക്ഷൻ വരുന്നത്, എന്ത് കണക്ഷൻ ആയാലും, അതിപ്പോൾ എനിമി കണക്ഷൻ ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ടുള്ള കണക്ഷൻ ആയാലും ഏതൊരു കണക്ഷൻ ആയാലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും മിലിറ്ററി എക്സസൈസ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിഫൻസ് സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിൽക്കാറുണ്ട് അല്ലേ, നമ്മൾ സെല് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതെന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, സ്പേസ് ക്രാഫ്റ്റുകൾ, അതുപോലെ എയർക്രാഫ്റ്റുകൾ, അങ്ങനത്തെ എന്ത് കാര്യങ്ങളും നമ്മൾ പുതുതായിട്ട് ഇന്ത്യക്ക് വേണ്ടിയായിട്ട് വാങ്ങിച്ചോ കൊടുത്തോ ഡിസ്കവർ ചെയ്തോ എന്തും ഇതിൽ വരാറുണ്ട്. ഈ പറയുന്ന ഈ ഒരു കറണ്ട് അഫയേഴ്സ് സ്റ്റാറ്റിക് റീജിയനിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി പറയുകയാണ്, അത്യാവശ്യം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റെങ്കിലും നോക്കേണ്ട പോർഷൻസ് ആണ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഈ റെഡ് കളറിൽ ഇതും കൂടെ ഉണ്ട് കേട്ടോ, ഇത് ഞാൻ ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ അതെങ്കിലും എന്ത് ചെയ്യുക, മിനിമം ആയിട്ട് നോക്കുക. ബാക്കി എന്താണ് ഈ ഒരു ടോപ്പിക്സ് ഞാൻ 100% ഷുവർട്ടി തരുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാലും സ്കോർ ചെയ്യാൻ പറ്റും. അതായത് 90% ഓഫ് ടോപ്പിക്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 90% എബോവ് ടോപ്പിക്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഉയരം, കാരണം ഇതിനകത്ത് വരുന്നത് തന്നെയായിരിക്കും. ചിലപ്പോൾ ഹെഡും ചോദിക്കില്ല, ടെയിലും ചോദിക്കില്ല, ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു നടുക്കഷ്ണമായിരിക്കും, ഒരു സബ് ടോട്ടലി ഉള്ള ഒരു ചെറിയൊരു പോർഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് കിട്ടാതെ വരുന്നത്. അല്ലാണ്ട് നമുക്ക് മാക്സിമം നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, ഇതെല്ലാം പോർഷൻസ് കവർ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്നേ ചോദിക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുക, നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇത്ര ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാനായിട്ട് നോക്കുക, പഠിക്കാനായിട്ട് നോക്കുക. ഇനി അടുത്ത് ഹിസ്റ്ററിയുടെ കാര്യം, എക്കണോമിക്സിൻ്റെ കാര്യം, ഓരോ ടോപ്പിക്സിൻ്റെ കാര്യം നമുക്ക് എടുത്ത് പറയാനുണ്ട്. അപ്പോൾ അത് ഏതെന്ന് നോക്കാം. ഹിസ്റ്ററിയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, ഈ 4 വരുന്നത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിന്നാണെങ്കിലും ഇത് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഹിസ്റ്ററി അല്ലാതെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു കൺട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററി അറിയണം എന്നുള്ളൊരു കാര്യം പറയുന്നത് കേട്ടോ. ഹിസ്റ്ററി വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 3 ഫീൽഡായിട്ടാണ് അതിന് തിരിച്ചിരിക്കുന്നത്. ആൻഷ്യൻ്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, അതുപോലെ മോഡേൺ ഉണ്ട്.
ഈ 3 സാധനം ഉള്ളത് കൊണ്ട് അതിലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് 2025 ആയല്ലേ, ഇതുവരെ ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അത് പഠിക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കീ നോട്ട്സ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ. അതിൽ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഡസ് വാലിയിൽ നിന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഡസ് വാലി തൊട്ട് നിങ്ങൾ പഠിക്കണം. ഇൻഡസ് വാലി പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ബുദ്ധിസം, ജൈനിസം പോലുള്ള പ്രോപ്പർട്ടീസ്, ആ ഒരു കാര്യങ്ങൾ പഠിക്കണം. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും വായിച്ചു വിടണം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്നേന്ന് ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യുമോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. PYQs അറ്റൻഡ് ചെയ്യുക. എന്ത് അറ്റൻഡ് ചെയ്യുക? PYQs. കാരണം ഇനി നമുക്ക് പഠിക്കുക എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മുടെ മുന്നിലില്ല. കാരണം 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല ഈ വരുന്നത്. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നമ്മുടെ PYQs, ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുന്നെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യയുടെ PYQs അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ടോപ്പിക്സുകൾ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഗൂഗിളിൽ നിന്നോ വെബ്സൈറ്റുകളിൽ നിന്നോ നിന്റെ നോട്ടുകൾ എടുക്കുക. നോട്ടുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവണം ഈ ഒരു പോയിന്റ് ഇതിനകത്താണ് വരുന്നത് എന്നുള്ളൊരു കാര്യം സ്ട്രൈക്ക് ആവണം. അപ്പോൾ ബുദ്ധിസം, ജൈനിസം, വേദാസ്. ഈ വേദങ്ങളിൽ തന്നെ ഋഗ്വേദ പോലുള്ള 5 വേദങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വേദാംഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ വേദ കൃത്യമായിട്ട് തന്നെ കവർ ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്നത് ഡൈനാസ്റ്റികളാണ്. ഡൈനാസ്റ്റികൾ നിങ്ങൾക്ക് അറിയാലോ, ആൻഷ്യന്റ് ഇന്ത്യ ടൈമിൽ വരുന്ന ഡൈനാസ്റ്റികൾ മസ്റ്റായിട്ട് പഠിക്കുക. മൗര്യ, ഗുപ്ത, നന്ദ ഡൈനാസ്റ്റി, രാഷ്ട്രകൂട, ചോള, ചേര, പല്ലവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡൈനാസ്റ്റികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവരിൽ ഇറങ്ങി പഠിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഫൗണ്ട് ചെയ്ത വർഷം, ഏത് വർഷത്തിലാണെങ്കിലും ഏത് സെഞ്ച്വറിയിലാണ് അതുള്ളതെന്ന് പഠിക്കണം. വർഷമല്ല ഇവിടെ വരുന്നത്, സെഞ്ച്വറിയാണ് വരുന്നത്. അപ്പോൾ ഫൗണ്ട് ചെയ്ത സെഞ്ച്വറി അറിയുക. അതിൻ്റെ ക്യാപിറ്റൽസ് അറിയണം. ഏതാണ് ഇപ്പോൾ മഹാജനപദാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാപിറ്റൽസ് ഒരുപാടുണ്ട്. വാജി, മഹാജന, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഈ പറയുന്ന ഡൈനാസ്റ്റികളുടെയും ക്യാപിറ്റൽ അറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറിനെ അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട റൂളറിനെ അറിയണം. ഇപ്പം നമുക്കറിയാം, ഇപ്പം നന്ദ ഡൈനാസ്റ്റി ആണെങ്കിൽ ധനനന്ദയുണ്ട്. അങ്ങനത്തെയൊക്കെ ഏതൊക്കെ ആൾക്കാരാണോ അതിന് വേണ്ടിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അവരെ കുറിച്ച് അറിയണം. മൗര്യൻ ഡൈനാസ്റ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ ഉള്ള കോർട്ട് പോയിട്ട് അവരുടെ ബുക്കുകൾ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ആൻഷ്യന്റ് ടൈമിൽ എന്താണോ ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡൈനാസ്റ്റി പഠിക്കുമ്പോൾ ഫൗണ്ട് ചെയ്ത ഒരു സെഞ്ച്വറി അറിയുക, അവിടെ ഉള്ള ക്യാപിറ്റൽ അറിയുക, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറിനെ അറിയുക. ആ റൂളർ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പ്രധാനമാവാൻ കാരണം? ആ ആൾ എന്തോ സ്ട്രാറ്റജി കൊണ്ടുവന്നു, അല്ലെങ്കിൽ അയാൾ എന്തോ പുതിയ ഒരു സാധനം അതിവിടത്തേക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതാണ് അവിടുത്തെ പ്രധാനം. ഇപ്പോൾ വിക്രമാദിത്യൻ്റെ കോർട്ടിലായിരുന്നു നവരത്നാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അത് കഴിഞ്ഞ് സമുദ്രഗുപ്തയാണ് ഏറ്റവും കൂടുതൽ ഗൊറില്ല വാറ പോലെയുള്ള മിലിറ്ററി സ്ട്രാറ്റജീസ് കൊണ്ടുവന്നത്. അത് എന്തുകൊണ്ടാണ് ആ ആൾ ഫേമസ് ആവാൻ കാരണം? അവിടുത്തെ സ്ട്രാറ്റജി അലയൻസുകളാണ്. അപ്പോൾ അവിടത്തേക്ക് പേരുകൾ പഠിക്കണം. എന്താണ് അവിടെ പറയുന്ന ആ പേരുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ആ ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ബുക്സ് ഓർ പ്ലേസ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഏതെങ്കിലും കോർട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഇവർ തന്നെ എന്തെങ്കിലും ബുക്കുകളോ പ്ലേസോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? മസ്റ്റായിട്ട് നോക്കി വെക്കണം. ബുക്ക് അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയും. ഡ്രാമാസ് ഒക്കെ പ്ലേ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു ആ ഒരു ടൈം. അതൊക്കെ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. പിന്നെ വരുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ സ്ട്രാറ്റജി. പിന്നെ അവിടുത്തെ അവരുടെ ഇമ്പോർട്ടൻ്റ് ടേമുകൾ, അതായത് മിലിറ്ററി അലയൻസിന് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിന് വല്ല പേരുണ്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും നെയിം അവർ ടേം കൊടുത്തിട്ടുണ്ടോ, ടെർമിനോളജീസ് കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം എന്ത് ചെയ്യുക? ഈ ഒരു ടൈമിൽ തന്നെ ഹിസ്റ്ററിക്കൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. ആൻഷ്യന്റ് ഹിസ്റ്ററി. ഇതേപോലെ തന്നെയാണ് മിഡീവൽ ഹിസ്റ്ററി വരുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റൂളേഴ്സിനെയാണ് അല്ലേ? റൂളേഴ്സ്. നമ്മുടെ മുഗൾസിന്റെ ടൈമൊക്കെ അതാണ്. മുഗൾസ്, സ്ലേവ് ഡൈനാസ്റ്റി, ആ ഒരു ഡൈനാസ്റ്റി തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡൈനാസ്റ്റിയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ അത് തന്നെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് ടെമ്പിൾസ്, മോണുമെന്റ്സ്. അതുപോലെ തന്നെ ഈ പറയുന്ന മുഗൾ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആർക്കിടെക്ചറൽ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായിട്ടുള്ളത്. ആർക്കിടെക്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മോസ്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്, ഗാർഡൻസ്, ഷാലിമാർ ഗാർഡൻസ് പോലുള്ളത്, പിന്നെ ഫോർട്ടുകൾ, മോണുമെന്റ്സുകൾ, ഇതെല്ലാം വരുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്യാനായിട്ട് നോക്കുക. ടെമ്പിൾസ് അല്ലെങ്കിൽ മോണുമെന്റ്സിന്റെ കാര്യം പഠിക്കുക. അതൊക്കെയാണ് മിഡീവൽ ഇന്ത്യയിൽ പഠിക്കേണ്ടത്. പിന്നെ വരുന്ന വലിയൊരു സ്ട്രീം എന്താണ്? നമ്മുടെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നതാണ്. മോഡേൺ ഇന്ത്യ. ഇതാണ് ഈ മോഡേൺ ഇന്ത്യയുടെ ടോപ്പിക്സുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1857 റിവോൾട്ട് തൊട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തൊട്ട് നമ്മുടെ 1947 വരെയുള്ള കാര്യങ്ങൾ, 1857 റിവോൾട്ട് തൊട്ട് 1947 കാര്യങ്ങളെല്ലാം പഠിക്കണം. ഗവർണർ ജനറൽ, വൈസ്രോയി തുടങ്ങിയ പല കാര്യങ്ങളും പഠിക്കണം. ആ ഒരു ഇയർലി ബേസിസ് ചെയ്യുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ അറിയണം. ഏത് വർഷത്തിലാണ് നമ്മൾ അവരെന്താണ് ലൈഫ്
ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ശരിക്കും. 1857 തൊട്ട് തുടങ്ങിയ ആ ഒരു കലാപമാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വലിയൊരു മൂവ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. അത് നമ്മൾ കഥ പോലെ തന്നെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്നി അത് നേരെ ചൊവ്വേ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ PYQs അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പക്ഷെ നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം. ഇന്നതൊക്കെ ഈ സമയത്ത് നടന്നു, ഇന്ന ആൾ വന്നപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നത് എന്നുള്ളൊരു പോയിന്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ പഠിക്കേണ്ട എന്താണ്, ഫൗണ്ട് ചെയ്ത കാര്യങ്ങൾ. അതായത് ഇപ്പം കിസാൻ സഭയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മസമാജ്, ആര്യ സമാജ് എന്നൊക്കെ പോലെയുള്ള പുതിയ പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ്സ് കൊണ്ടുവന്ന ഇയർ പഠിക്കണം. ഇയർ മസ്റ്റ് ആണ്. ഈ നമ്മുടെ മോഡേൺ ഹിസ്റ്ററി എടുക്കുമ്പോൾ അത്ര എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയറും അവിടെ ഉണ്ടായ റിവോൾട്ടുകളും ബാറ്റിലുകളുമാണ്. ബാറ്റിൽ നമ്മുടെ മിഡീവൽ ഇന്ത്യ തൊട്ടേ ബാറ്റിലുകൾ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ വർഷങ്ങളാണ്, ബാറ്റിലുകളാണ്, റിവോൾട്ടുകളാണ്. ആ ഒരു കാര്യം. പിന്നെ സോഷ്യൽ റീഫോംസ്, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ച ആൾക്കാരുണ്ട്. അത് ഈവൻ ഗവർണർ ജനറൽ ആയിക്കോട്ടെ. അതായത് സോഷ്യൽ റീഫോംസിൽ പലതും ഉണ്ട്. ഇന്ത്യൻ മൂവ്മെന്റ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ബ്രിട്ടീഷേഴ്സിന്റെ തന്നെ കുറെ മൂവ്മെന്റ്സുകൾ വന്നിട്ടുണ്ട് അല്ലേ. വെർണാക്കുലർ പ്രസ് ആക്ട് പോലെയുള്ള പല കാര്യങ്ങളും അവരും ഇംപ്ലിമെന്റ്, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്, ഇതുപോലെയുള്ള പല കാര്യങ്ങളും അവരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി കൃത്യമായി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഹിസ്റ്ററിക്ക് നമ്മൾ നല്ല ടൈം കൊടുത്തേ പറ്റുള്ളൂ. ഹിസ്റ്ററി വലിയൊരു ഏരിയ ആണ്. അത് നമ്മൾ പെട്ടെന്നൊന്നും പഠിച്ചാൽ തീരുന്നതല്ല. പക്ഷെ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്ത് പഠിച്ചില്ലെങ്കിൽ എന്ത് പഠിക്കണം, നിങ്ങൾ ഡൈനാസ്റ്റീസ് നോക്കി വെക്കണം. ഡൈനാസ്റ്റീസിന്റെ കാര്യം മസ്റ്റാണ്. അല്ലെങ്കിൽ ആ റൂൾ ചെയ്ത സമയം, അവരുടെയൊക്കെ ഇയേഴ്സും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഗാന്ധിജി തൊട്ടുള്ള മറ്റേ ഈ മൂവ്മെന്റ്സ്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്സ് മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതാണ് ഹിസ്റ്ററിയുടെ കാര്യം. ഹിസ്റ്ററിക്ക് നല്ലൊരു ടൈം കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മളെ കൊണ്ട് PYQs കവർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. എക്കണോമിക്സിൽ നോക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റ്. ശരിക്കും എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലപോലെ ഡെപ്തിൽ എക്കണോമിക്സ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഈവൻ SSC CGL ആയാലും NTPC ആയാലും ഏതൊരു എക്സാം ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ ടെർമിനോളജീസ് ഉണ്ട്, മോണിറ്ററി പോളിസീസ് ഉണ്ട്, RBIയുടെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു മാർക്കും പ്രതീക്ഷിക്കാത്തടുത്ത് ചിലപ്പോൾ നമുക്കൊരു 2 മാർക്കെങ്കിലും മിനിമം എന്താണ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ്. പിന്നെ ബഡ്ജറ്റുകൾ പുതുതായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിൽ വന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. 5 ഇയർ പ്ലാൻസ് അത് എപ്പോഴും ചോദിക്കുന്നതല്ല. കാരണം ഇത്രയും വർഷത്തിന്റെ പാറ്റേണിൽ 5 ഇയർ പ്ലാൻസ് ചോദിച്ചിരുന്നു. അത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാപ്പാടം ആക്കി വെക്കേണ്ട ഒരു സാധനമാണ് 5 ഇയർ പ്ലാനും സെൻസസും. അത് നമ്മൾ കാണാതെ പോലെ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഫിനാൻസ് ഇൻഡസ്ട്രിയിലേക്ക് കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മോണിറ്ററി പോളിസി, RBIയുടെ കാര്യം, അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം, ഇതൊക്കെ ശരിക്കും നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റുകളും പെർസെൻറ്റേജുകൾ വാല്യൂ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിന് ഫോക്കസ് കൊടുക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സുകളെങ്കിലും മിനിമം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഞാൻ ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്കണോമിക്സിലെ ഇത്രയും ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ യൂട്യൂബിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എക്കണോമിക്സ് അങ്ങനെ പാടെന്ന് പറഞ്ഞ് എഴുതി തള്ളയും വേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, എല്ലാവരെ കൊണ്ടും പറ്റുന്നതാണ്. അതുകൊണ്ട് ശ്രമിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി അടുത്ത പൊളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, പൊളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി പോലെ തന്നെയാണ് പൊളിറ്റി ഇമ്പോർട്ടൻസ് വരുന്നത്. അതിൽ നിങ്ങൾ നോക്കേണ്ടത് ആർട്ടിക്കിൾസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾസ് അറിയണം, പാർട്സുകൾ അറിയണം, ഷെഡ്യൂളുകൾ അറിയണം, അമെൻമെന്റ്സുകൾ അറിയണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടി റൈറ്റ്സ്. ഇത്രയാണ് ബേസിക് ഔട്ട്ലൈനിൽ. നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നോ, ഏതൊരു എക്സാം ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും ബേസിക്കലി വേണ്ട പൊളിറ്റിയുടെ ടോപ്പിക്സുകളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കണം. കാരണം അത് തന്നെ എന്തുണ്ട്, ശരിക്കും പറഞ്ഞാൽ 60% ഇത്ര തന്നെ ഉണ്ട്, ഈ ഒരു പോർഷൻ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ആർട്ടിക്കിൾസ് പഠിക്കണം, പാർട്ടുകൾ പഠിക്കണം, ഷെഡ്യൂളുകൾ പഠിക്കണം, അമെൻമെന്റ്സുകൾ പഠിക്കണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും റൈറ്റും, അതുപോലെ DPSP അല്ലേ, ഇതൊക്കെയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ആ പോർഷൻസ് അത്രയും കവർ ചെയ്യണം. 50% ഈ കാര്യങ്ങളാണ് വരുന്നത്. അത് പഠിക്കുക. പിന്നെ ഏറ്റവും സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യം എന്താണ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പോലെയുള്ളവരുടെ കാര്യങ്ങളും അവരുടെ കുറേ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് വേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ട്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ട്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. പാർലമെന്റ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ, പാർലമെന്റ്, സുപ്രീം കോർട്ട്, അങ്ങനത്തെ വലിയ വലിയ ബോഡീസിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഏരിയ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, PYQs അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ജോഗ്രഫി എന്ന് പറയുന്ന വലിയൊരു ഏരിയ എടുക്കുമ്പോൾ, ജോഗ്രഫി ഇതുപോലെ തന്നെയാണ്. നമുക്ക് വേൾഡ് ജോഗ്രഫി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. അതിൽ എന്താണ് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിയോഗ്രാഫി തന്നെയാണ്. ഫിസിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ
ഫിസിയോളജിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, അവർ ഇന്ത്യൻ അല്ലെങ്കിൽ എർത്തിൻ്റെയൊക്കെ ഫിസിയോളജിക്കൽ ഡിവിഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് വരുന്നത്, ലേക്ക് അല്ലെങ്കിൽ റിവേഴ്സ്. ലേക്ക് അല്ലെങ്കിൽ റിവേഴ്സിൽ നിന്നാണ് ടോപ്പിക്സ് അധികവും വരാറുള്ളത്. റിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ തീരാൻ പറ്റാത്ത ഒരു പോർഷൻ തന്നെയാണ് ലേക്ക് അല്ലെങ്കിൽ റിവേഴ്സ്. അതിൻ്റെ കൂടെയുള്ള ഡാംസുകൾ എന്നും കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ പഠിക്കുക. ഡാം, ട്രിബ്യൂട്ടറീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വെള്ളം റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഹിമാലയാസിൻ്റെ കാര്യങ്ങൾ, ഹിമാലയയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, അതുപോലെ ഇന്ത്യയിലെ ഹിമാലയസിൻ്റെ ആ ഒരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും, ഈ ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന ഹില്ല്, ഹിമാലയാസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കുറേ ഹില്ല്, പീക്കുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്. അതായത് മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് നമുക്ക് പറയാം, അത് പഠിക്കണം. അപ്പം മൗണ്ടെയിൻ റേഞ്ചസും റിവർ സിസ്റ്റവും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മൗണ്ടെയിൻ സിസ്റ്റവും റിവർ സിസ്റ്റവും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഫിസിയോളജിക്കൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ, പ്ലാറ്റ്യൂ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട്. ഡെക്കാൻ പ്ലാറ്റ്യൂയിൽ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് പ്ലെയിൻ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഒരു ഔട്ട്ലൈൻ, ആ ഒരു ഫിസിയോളജിക്കൽ ഔട്ട്ലൈൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, പ്രോപ്പറായിട്ട് തന്നെ അറിയണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ അധികം വരുന്നത് എന്ത് ചെയ്യുന്നതാണ്, അഗ്രികൾച്ചർ, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. ക്ലൈമറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സൈക്ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ ടോപ്പിക്സുകൾ ചോദിക്കാം, അല്ലെങ്കിൽ വിൻഡിൻ്റെ കാര്യം ചോദിക്കാം. അതൊക്കെ ക്ലൈമറ്റോളജിയിൽ വരുന്നതാണ്. ക്ലൈമറ്റോളജിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങോട്ടാണ് വിൻഡിൻ്റെ ആ ഡയറക്ഷനും കാര്യങ്ങളും, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അഗ്രികൾച്ചറിലാണ് നമ്മുടെ സീസണൽ ക്രോപ്പുകളുടെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക, നോക്കുക. സമയം ഉണ്ടെങ്കിൽ അത് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുകയെങ്കിലും മിനിമം നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഏതൊക്കെയാണ്, നമ്മുടെ ജനറൽ സയൻസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിൽ നോക്കേണ്ടത് എന്താണ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്താണ്, റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് ആണ് എന്ന് വെച്ചാൽ റിയാക്ഷൻസിന്റെ പാഠം ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻസിന്റെ പാഠം, കെമിക്കൽ റിയാക്ഷൻസിന്റെ പാഠം നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കെമിക്കൽ റിയാക്ഷൻസ്. പിന്നെ ആസിഡ് ബേസുകൾ തമ്മിലുള്ള കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളുണ്ട്, അതിൻ്റെ യൂണിറ്റ് കൃത്യമായിട്ട് കവർ ചെയ്യാൻ നോക്കുക. പീരിയോഡിക് ടേബിൾ, ഇതെങ്കിലും മിനിമം കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കുന്നവർ, കാരണം വലിയൊരു ടോപ്പിക്കാണ്, വലിയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മിനിമം ആയിട്ട് എന്തെങ്കിലും അറിയണം. ഈ ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഏരിയ ആണ്. റിയാക്ഷൻസിന്റെ പാഠം, ആസിഡ് ബേസിന്റെ പാഠങ്ങൾ, പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ എലമെന്റ്സ് അത്രയും നമ്മൾ കവർ ചെയ്ത് പഠിക്കണം. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ കളർ ചേഞ്ച് പോലെയുള്ള പല ഫിനോമിനാൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒപ്പം പഠിക്കണം. പിന്നെ വരുന്നത് കെമിക്കൽ ഫോർമുലാസ് ആണ്. Na2CO3, NaCO3 എന്തൊക്കെയാണ് ആ ഒരു പേരുകൾ കൃത്യമായിട്ട്, കെമിക്കൽ ഫോർമുലാസ് നിങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കണം. പിന്നെ ലോകൾ, എന്തെങ്കിലും ലോസ് ഇമ്പോർട്ടൻ്റ് ഉള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇലക്ട്രോണ്, ന്യൂട്രോൺ, അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നോക്കാനായിട്ട് ശ്രദ്ധിക്കും. ഫിസിക്സ്, ഫിസിക്സിൽ നമ്മൾ നോക്കുമ്പോൾ മിനിമം നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. SI യൂണിറ്റ് പഠിക്കുമ്പോൾ അതും കൂടെ നോക്കുക. അത് കഴിഞ്ഞ് ലോകൾ, ഇമ്പോർട്ടൻറ്റ് ലോസ് അതിനകത്തും ഉണ്ട്, അതും എന്ത് ചെയ്യുക, പഠിക്കുക. ഡിസ്കവറീസ്, ഏറ്റവും കൂടുതൽ ഈ ഒരു കെമിസ്ട്രി ഫിസിക്സ് ഭാഗത്ത് നിന്ന് വരുന്നത് ഒന്നീ ലോ, ഈ പറയുന്ന SI യൂണിറ്റ്, ഡിസ്കവറീസ് പോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് അഥവാ ഫിസിക്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് പഠിക്കണം, മിറേഴ്സ്, ലെൻസ്, പിന്നെ ഗ്രാവിറ്റേഷൻ പോലെയുള്ള പാഠങ്ങൾ, ഗ്രാവിറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠങ്ങൾ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ റിലേറ്റ് ചെയ്ത, ഫോഴ്സ് മൊമെന്റ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പാഠങ്ങൾ പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിറർ ആൻഡ് ലെൻസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട്, മിററിന്റെ ആ പോയിന്റ് അത് വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ഡെപ്തിൽ ചോദിക്കില്ല, എന്നാലും നിങ്ങൾ മിനിമം അറിയണമെങ്കിൽ ഇത് ഈ ഒരു ചാപ്റ്റർ അറിയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഏതാണ്, നമ്മുടെ ബയോളജിയാണ്. ബോട്ടണി, സുവോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ബയോളജിയാണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട അനിമൽ പ്ലാന്റ് കിങ്ഡം. അത് വലിയ ഡെപ്തിൽ പഠിക്കണമെന്ന് പറയുന്നില്ല. അനിമൽ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് നിങ്ങൾ ബേസിക് ആയിട്ട് അതിൻ്റെ എക്സാമ്പിൾസുകൾ ഏതിലൊക്കെയാണ്, ഏതൊക്കെ ഫൈൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് വരുന്നത്, കാറ്റഗറിയിലാണ് ആ സ്പീഷീസ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വരുന്ന ഏതൊരു ചാപ്റ്ററാണ്, വിറ്റാമിൻസ് ആൻഡ് ഡിസീസസ് എന്നുള്ളതാണ്. ഡിസീസസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്, ഏത് അസുഖങ്ങളാണ് വരുന്നത്, ആരാണ് അത് ഉണ്ടാക്കുന്നതെന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വിറ്റാമിൻസിൻ്റെ പാഠത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ്, വിറ്റാമിൻസ് ഏത് വിറ്റാമിനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ബേസിക്കലി നിങ്ങൾ എപ്പോഴും ഏതിന് ബയോളജിക്ക് പഠിക്കുമ്പോൾ സെല്ല് പഠിക്കണം. സെല്ല് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും അറിയണം. അതിനകത്തുള്ള വാസ്കുലർ ടിഷ്യൂസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കി വെക്കണം. ബ്ലഡിൻ്റെ കാര്യം, ബ്ലഡിൻ്റെ പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ബ്ലഡിൽ വരുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണ്, ആ ഒരു സബ് കാറ്റഗറിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഹാർട്ടിൻ്റെ കാര്യം അറിഞ്ഞിരിക്കുക, ഹാർട്ടിൻ്റെ പോയിന്റ്സുകൾ അറിഞ്ഞിരിക്കുക. ഹോർമോൺസിൻ്റെ കാര്യം അറിയുക, ഗ്ലാൻഡിൻ്റെ കാര്യം അറിയുക. ഹാർട്ട് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ബ്രെയിനും കൂടെ നോക്കണം കേട്ടോ. ബ്രെയിനും ഹാർട്ടും
ഹോർമോൺസ് ഗ്ലാൻഡ്, ഇതൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ വേണമെന്ന്, കാരണം നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോർഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബയോളജിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് പറഞ്ഞത്. സെല്ല്, ബ്ലഡ്, ഹാർട്ട്, ബ്രെയിന്, അങ്ങനത്തെ കുറേ ഫങ്ഷണൽ കാര്യങ്ങളുണ്ടല്ലോ, ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. സെല്ല് പഠിക്കുമ്പോൾ ടിഷ്യൂസും പഠിക്കണം. ടിഷ്യൂസിൻ്റെ അകത്ത് എന്ത് പഠിക്കണം, മസിലിൻ്റെ ഒക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. മസിൽ, സ്ട്രയേറ്റഡ് മസിൽസ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ്, കാർഡിയാക് മസിൽസ് ഒക്കെ പോലെയുള്ള സിമ്പിൾ ടേംസുകളില്ല, അതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, നിങ്ങൾ PYQs അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതിനുള്ള ടൈമേ നമുക്ക് മുന്നിലുള്ളൂ എന്ന് ശ്രദ്ധിക്കണം. ഇതിനൊക്കെ സിലബസ് എടുത്ത് 1 ലൂസ് സെൻറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം നമ്മുടെ മുന്നിൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ട് PYQs അറ്റൻഡ് ചെയ്യുക കേട്ടോ. PYQs ബുക്കുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് PYQs പോലെയുള്ള ടോപ്പിക്സ് ആണെന്ന് അറിയുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങളിപ്പോൾ ഇത് നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആനിമൽ കിങ്ഡം ഈ ഒരു ടോപ്പിക് എടുത്ത് എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ കൊടുക്കുക. അതിൻ്റെ നോട്ട്സ് കിട്ടും അല്ലേ, ആ ഒരു നോട്ട് PDF നോട്ട്സുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അത് നോക്കി അങ്ങ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ടോപ്പിക്സ് വരുന്നത്. ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്. കാരണം ജനറൽ സയൻസ്, സോഷ്യൽ സയൻസ്, അത് കഴിഞ്ഞ് വരുന്ന സ്റ്റാറ്റിക് GK, കറണ്ട് അഫേഴ്സ്, ആകെ ഇത്ര ടോപ്പിക്സ് ആണ് വരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് കുറേ സബ് ടോപ്പിക്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നത്. വലുത് തന്നെയാണ് ഏകദേശം, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നമ്മൾ അതിന് വേണ്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു 2 മണിക്കൂറോളം സമയം അതിന് വേണ്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇനിയുള്ള സമയം, കാരണം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എല്ലാം പേർക്കും കിട്ടുന്ന സ്കോറാണ്, എല്ലാവരെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തിനാണ്, GK ആണ്, അത് സ്കോറാണ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാളെക്കാളും കൂടുതൽ എവിടെയെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന GKയിൽ നിന്നാണ്. ആ GK നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട് നന്നായിട്ട് മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുക. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണ് നിങ്ങൾ, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു ബേസിക് ഔട്ട്ലൈൻ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് SSC CGL 2025 നമ്മൾ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ക്രാഷ് കോഴ്സിൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് ആണ് ഉണ്ടാകുന്നത്. എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈവ് സെഷൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹം, ലാസ്റ്റ് 60 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 50 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരിടത്തും പോയി നോട്ട് സെർച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇനി ഒരു വെബ്സൈറ്റിൽ കയറി സമയം കളയേണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാ ടോപ്പിക്സിൻ്റെ കംപ്ലീറ്റ് കവറേജ് ഉള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് ആണ് വരുന്നത്. ദിശ ലേണിംഗ് ആപ്പിലാണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സ് വളരെ ഓഫറിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇനിയുള്ള ടൈം മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പം നിന്ന് എന്നെ സഹായിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഒരു SSC CGL ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട, എങ്ങനെയാണോ നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ GKയുടെ ഇത്രയും ടോപ്പിക്സ് എങ്കിലും മിനിമം കവർ ചെയ്തിട്ട് വേണം നിങ്ങളായിട്ട് പോകാണ്ട്. കാരണം അവിടെ പോയി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയാം, അയ്യോ GKയിൽ എന്ത് ടോപ്പിക്സാണ് വന്നതെന്ന് പറയും. പക്ഷേ ഈ ഒരു ടോപ്പിക്സ് ഇന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ചോദ്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുൻപോട്ട് ഇനി എന്തെന്നുള്ള കാര്യം ചിന്തിച്ച് തന്നെ എന്ത് ചെയ്യുക, ഇനിയുള്ള ഡേയ്സ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.